ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കായ കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കല്ലേ കല്ലുമ്മക്കായി. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ചിലർ മാത്രമേ ഉണ്ടാവില്ലേ. കല്ലുമ്മക്കായി മക്കളായാലും വലിയവരായാലും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കല്ലുമ്മക്കായി. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചെറിയിട്ട് കൊടുക്കുക. എത്രയാണോ നമുക്ക് കടുക്കയുടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ള അധികം തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ നല്ല ചെറിയ നല്ല തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി എടുത്ത തേങ്ങ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൗഡർ എന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണ് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജീരകമാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ വലിയ ജീരകം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി നമുക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കണേ. അതായത് മുഴുവനായിട്ടും പിന്നെ അരിഞ്ഞു പോകേണ്ട, ഒരു പാകത്തിന് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവേ. അപ്പോൾ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഒതുക്കിയെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒന്നായിട്ട് അരച്ചെടുക്കരുതേ, ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒതുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ സാധാ പത്തിരി ചുടുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചരി വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഒരു 5-6 മണിക്കൂറോ കുതിർത്തിയതിന് ശേഷം പച്ചരി മാത്രം അരച്ചെടുക്കുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്തിരിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പത്തിരിപ്പൊടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പച്ചരി ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഒരു 5-6 മണിക്കൂർ കുറച്ച് പച്ചരി എടുത്തിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ക്രഷാക്കി എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് നമ്മൾ കടുക്കയുടെ വെള്ളം ഉണ്ടല്ലോ, കടുക്ക ക്ലീൻ ചെയ്ത് വെച്ചാൽ കടുക്കയിൽ നിന്ന് ഒരു വെള്ളം ഇറങ്ങാനുണ്ട്. ആ വെള്ളം നമ്മൾ ഈ പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ആ പൊടിയിലേക്ക് ഒരു കടുക്കയുടെ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. കടുക്കയുടെ ഫ്ലേവർ ഒന്ന് അധികമായിട്ട് കിട്ടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാനിത് അതിലേക്ക് ചേർത്തതിന് ശേഷം ബാക്കി നമുക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് അധികം ലൂസാകാനും പാടില്ല, അധികം ടൈറ്റായിട്ട് നിൽക്കാനും വേണ്ടി പാടില്ലേ. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ നന്നായിട്ട് വെള്ളം കൂടി ചേർത്തതിന് ശേഷം കുഴച്ചെടുക്കണേ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതായത് തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ മുഴുവനായിട്ട് നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് ആ വെള്ളം കൂടി കൂട്ടിച്ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഉപ്പും കടുക്കയുടെ ചുവയും ഒക്കെ എത്തിക്കുന്ന രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ അത് നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടം കടുക്ക നിറച്ചതിനോടൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. വെള്ളം വരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ്സാക്കിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനത് അത്യാവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ ഓരോരോ കടുക്ക എടുക്കുക. നമ്മൾ നടുകെ ചീന്തിയിട്ട് കടുക്ക ഒന്ന് ഓപ്പൺ ആക്കി വെക്കണേ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് കുത്തി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നല്ലോണം അതിലേക്ക് ഫില്ല് ചെയ്ത്, ഇപ്പോൾ ഒരു കുഞ്ഞ് കടുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ കടുക്കാണെങ്കിലും അത്രയും ടേസ്റ്റ് ഒന്ന് കൂടിയേ. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് 2 സൈഡൊന്ന് വരച്ചു കൊടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കടുക്ക നിറയ്ക്കാൻ വേണ്ടി പറ്റുക. അത്ര പണിയുള്ള അത്ര കഷ്ടപ്പാടുള്ള പണിയൊന്നുമല്ല കടുക്ക നിറയ്ക്കുന്നതിനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിറച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ.
അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരിക്കരുത്. കാരണം ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് അരിപ്പൊടി ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ അരിപ്പൊടികളായാലും പച്ചരിയായാലും എല്ലാം സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. മുഴുവനായിട്ടും എല്ലാ കിടക്കയും നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ആവിച്ചെമ്മയിൽ നമുക്ക് ആദ്യം വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താക്കുക, ആദ്യം തന്നെ നമ്മൾ ഒരു ആവി പാത്രം നമ്മൾ അടുപ്പത്തിലേക്ക് വെക്കുക. ഒരു വാഴയില വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ കടുക്ക നിറച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 3/4 മണിക്കൂറോളം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി വേണം. കുറച്ചധികം നേരം തന്നെ വേവിച്ചെടുക്കണേ. കാരണം ഇതിനുള്ളിലത്തെ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടിയിട്ടാണ് കുറച്ചധികം തന്നെ നമ്മൾ 1 മണിക്കൂറിൻ്റെ അടുത്തോളം നമ്മൾ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അധികം നേരം പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്നില്ല. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഉപ്പും മുളകും മഞ്ഞളും തേച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ 1 മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇതെങ്ങനെ പൊരിച്ചെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ഗരം മസാലയും കുരുമുളക് പൊടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേ. അപ്പോൾ അത് നന്നായിട്ട് നല്ല കട്ടിയില്ലാതെ നമ്മൾ ലൂസിൽ തന്നെ മാവ് അതായത് ഇതിൻ്റെ മസാല കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം അധികം കട്ടിയിലാകുമ്പോൾ ഭയങ്കര ഓവർ കുത്തും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എരിവ് നല്ല ഓവറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാന് അതായത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 by 1 ആയിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അധികം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടാലും മതിയായേ. അധികം നേരം വെച്ച് കരിക്കാനൊന്നും പാടില്ല. നമ്മൾ വെന്തതിന് ശേഷം അധികം വേവാനൊന്നുമില്ല. ഒന്ന് നമ്മളെ മസാല ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കുക. അത് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. കടുക്ക നമ്മൾ പത്തിരിപ്പൊടിയിലെടുത്ത് അപ്പോൾ അതൊന്നും കുറച്ചൊന്ന് പറ്റും. അപ്പോൾ നമ്മൾ തീരെ ഒട്ടും പച്ചരി ചേർക്കാതാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഒന്ന് പിടിക്കും. പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ പിടിച്ചാലും നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ എപ്പോഴും പച്ചരി ഉണ്ടാക്കുന്നതല്ലേ കഴിക്കൽ. ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കുഞ്ഞി കടുക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൊയയും ടേസ്റ്റും ഉണ്ട്. അതിൽ വലിയ കടുക്കാണെങ്കിലും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഇനിയും കാണാം. ബൈ ബൈ.